ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉംദത്തുൽ അഹ്കാമിൽ കഴിഞ്ഞ ക്ലാസ് വരെയും കിതാബു സക്കാത്തിലുള്ള ഹദീസുകളാണ് നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പൂർത്തിയായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ഇന്ന് ആരംഭിക്കാനുള്ളത് കിതാബു സിയാമാണ്. നോമ്പിന്റെ വിധിവിലക്കുകളെ കുറിച്ച് പറയുന്ന ഹദീസുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഉംദത്തുൽ അഹ്കാമിൽ നമുക്ക് ആരംഭിക്കാനുള്ളത്. കിതാബ് സിയാം, നോമ്പ്, സിയാം എന്ന് സഹോദരങ്ങളെ ഭാഷയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം അസ്സിയാം അൽ ഇംസാഖു അനി ഷൈ എന്ന് പറയും. എന്തെങ്കിലും ഒരു വസ്തുവിൽ നിന്നും അതിനെ പിടിച്ചു വെക്കുക. ഇംസാഖ്, സാമ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നാണ് അതിന്റെ അർത്ഥം. പിടിച്ചു വെച്ചു കൊന്നു എന്നുള്ളതിനൊക്കെ അറബിയിൽ സാമ എന്നുള്ള രൂപത്തിലുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്, പിടിച്ചു വെക്കുക എന്നുള്ള അർത്ഥത്തിൽ. എന്നാൽ ഷറയിൽ ഇതിനൊരു അർത്ഥമുണ്ട്. പിടിച്ചു വെക്കുക എന്നുള്ള ബന്ധത്തിനോട് കൂറുള്ളൊരർത്ഥം തന്നെയാണ്. അൽ ഇംസാഖു അനിൽ അക്ലി വശുർബി വസായിരിൽ മുഫ്തറാത്ത്. വെള്ളവും ഭക്ഷണവും അതുപോലെയുള്ള നോമ്പ് മുറിയുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഒരാൾ തന്റെ നഫ്സിനെ പിടിച്ചു വെക്കലാണ്. മിൻ തുലൂഇൽ ഫജ്രി സാനി ഇലാ ഗുറൂബി ശംസ്. എപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം തന്റെ ദേഹത്തെ പിടിച്ചു വെക്കേണ്ടത്? മിൻ തുലൂഇൽ ഫജ്രി സാനി. ഫജ്ർ രണ്ടുണ്ട്. ഒന്ന് ഫജ്റുൽ കാദിബ് എന്ന് പറയും. അത് പൊതുവെ നമുക്ക് കാണാൻ പ്രയാസമായിരിക്കും. മരുഭൂമികളിലൊക്കെ ആദ്യം ഒരു കുത്തനെയുള്ള ഒരു വെളിച്ചം ഉണ്ടാകും. അതിനാണ് ഫജ്റുൽ കാദിബ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥ നമ്മളെ ഫജ്റിന്റെ സമയത്തിന് കുറെ മുമ്പാണ് ഉണ്ടാവുക. അത് പിന്നീട് അപ്രത്യക്ഷമാകും. പിന്നീട് ഫജ്ർ സാദിഖ് ഉണ്ട്, ശരിയായ ഫജ്ർ. അത് പരന്നിട്ടാണ് ഉണ്ടാവുക. അതിനാണ് മിൻ തുലൂഇൽ ഫജ്രി സാനി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫജ്റിന്റെ സമയം എന്ന് തന്നെ. ഇലാ ഗുറൂബി ശംസ്, സൂര്യാസ്തമയം വരെ, അഥവാ മഗ്രിബ് വാങ്ക് കൊടുക്കുന്നത് വരെ എന്ന് മനസ്സിലാക്കാം. തഅബ്ബുദൻ ലില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തായി കൊണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം പറയാൻ കാരണം, ഈ ഒരു കാര്യം ഇല്ലെങ്കിൽ ഒരാൾ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഈ സമയവും പാലിക്കുന്നുണ്ട്, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അല്ലെങ്കിൽ അത് നോമ്പ് ശർഈയായ നോമ്പെന്ന് പറയില്ല. നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിങ്ങളായ ആളുകളൊക്കെ റമളാനാകുമ്പോൾ മുസ്ലിമീങ്ങളോടുള്ള ഒരു ഐക്യദാർഢ്യം പോലെ, അല്ലെങ്കിൽ നോമ്പിന്റെ കുറെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവര് ഞാനൊരു നോമ്പെടുത്തിട്ടുണ്ട്, വർഷങ്ങളായി നോമ്പെടുക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ശർഈന്റെ ഭാഷയിൽ, ശരീഅത്തിന്റെ ഭാഷയിൽ അത് സൗമല്ല. കാരണം അതൊന്നും തഅബ്ബുദൻ ലില്ലാഹി അസ്സ വജൽ എന്ന ഗണത്തിലേക്ക് വരില്ല. അല്ലാഹു തആലക്ക് ഇബാദത്തായി കൊണ്ടുള്ള പ്രവർത്തനമല്ല. കാരണം അല്ലാഹു തആലക്കുള്ള ഇബാദത്തായിട്ടുള്ള പ്രവർത്തനമാണെങ്കിൽ അവൻ തൗഹീദ് അംഗീകരിക്കണം, അള്ളാഹുന്റെ ഏകത്വത്തെ അംഗീകരിച്ച് അവനെ മാത്രം ആരാധിക്കുന്ന ഒരടിമയായി തീരണം. അതല്ലെങ്കിൽ ഒരു ഇബാദത്തും അത് സ്വീകരിക്കപ്പെടുകയില്ല. ശരി, നോമ്പെന്ന് പറയുന്നത് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഉമ്മത്തിലും നിശ്ചയിച്ചു. അതായത് നമുക്ക് കഴിഞ്ഞുപോയ ഉമ്മത്തിലും നിശ്ചയിച്ച ഒരു ഇബാദത്താണ് എന്ന് കാണാൻ സാധിക്കും. ഇപ്പൊ എല്ലാ ഉമ്മത്തിനും തൗഹീദ് എന്ന് പറയുന്നത് അതൊരുപോലെ തന്നെയാണ്. എന്നാൽ ഇബാദത്തുകൾ, മറ്റ് ശർഈയായ കർമ്മങ്ങൾ അത് വ്യത്യസ്തമായിരിക്കും, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുകയില്ല. എന്നാൽ കഴിഞ്ഞുപോയ ഉമ്മത്തിനൊക്കെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിൽ റമളാൻ മാസത്തെ നോമ്പ് നമുക്ക് നിർബന്ധമാക്കി എന്ന് പറയുന്നിടത്ത് അല്ലാഹു അത് സൂചിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കതബ എന്ന് പറഞ്ഞാൽ എഴുതി എന്ന് മാത്രമല്ല, ഫറദ എന്നും കൂടി അർത്ഥമുണ്ട്. നിർബന്ധമാക്കിയെന്ന അർത്ഥമുണ്ട്. ഇപ്പൊ കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും അല്ലാഹു തആല നിർബന്ധമാക്കിയതുപോലെ. ഇപ്പൊ നോമ്പ് എന്ന് പറയുന്ന കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ്. അള്ളാഹു
നമുക്ക് പറയേണ്ടത് കഴിഞ്ഞു പോയ ഉമ്മത്തൊക്കെ നോറ്റിട്ടുള്ള കാര്യം തന്നെയാണ്. ലഅല്ലക്കും തത്തഖൂൻ, നോമ്പിന്റെ ഹിക്മത്ത് പറഞ്ഞു നിങ്ങൾ തഖ്വയുള്ള ആളുകളാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിശക്കാനോ നിങ്ങൾക്ക് ഒരുപാട് ദാഹിക്കാനോ ഒന്നുമല്ല, നിങ്ങൾക്ക് തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളാകാൻ വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അല്ലാഹു തആല എല്ലാ ഉമ്മത്തിനും ഈ നോമ്പ് നിർബന്ധമാക്കിയതിന്റെ പിന്നിലുള്ള രഹസ്യം അല്ലെങ്കിൽ അതിന്റെ യുക്തി എന്ന് പറയുന്നത് ഒരടിമക്ക് റബ്ബിനോടുള്ള മഹബ്ബത്ത്, സ്നേഹം, അതിൽ സത്യസന്ധതയുണ്ട്, അവന് റബ്ബിനോട് അങ്ങേയറ്റം ബഹുമാനമുണ്ട് എന്നെല്ലാം വെളിവാകുന്ന ഒരു മഹത്തരമായ ഇബാദത്താണ് നോമ്പെന്ന് പറയുന്നത്. അല്ലെ, ഒരാൾക്ക് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സ്വീകരിക്കപ്പെടാൻ ചെയ്യണമെന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും അതിനുള്ള പ്രയത്നമൊക്കെ നോമ്പിൽ വളരെ പ്രകടമാണ്. ആരും കാണാത്ത ഒരു മുറിയിലിരുന്നാൽ പോലും ആരും നോമ്പ് മുറിക്കാറില്ല. അള്ളാഹു കാണുമെന്നുള്ള ബോധ്യത്തോടുകൂടി റബ്ബിന്റെ തൃപ്തി അവൻ കാക്ഷിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യും? പ്രയാസപ്പെട്ടിട്ടും എത്ര വിശന്നാലും ശരി, ബുദ്ധിമുട്ടിയാലും ശരി, അവൻ നോമ്പുകാരനായിട്ട് തന്നെ തുടരും. ഇപ്പോ ഒരു അടിമക്ക് റബ്ബിനോട് കാണിക്കാനുള്ള അവന്റെ മഹബ്ബത്തിൽ, സ്നേഹത്തിലൊക്കെയുള്ള അങ്ങേറ്റ സത്യസന്ധത കാണിക്കാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് നോമ്പെന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയുടെ വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകിയിട്ട് അതിലെല്ലാം അവൻ ക്ഷമ പാലിക്കുന്നു എന്ന് പരീക്ഷിക്കുന്ന ഒരു ഇബാദത്താണ് നോമ്പ്. വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകും, അല്ലെ? ഓരോ ഘട്ടത്തിൽ വളരെയധികം വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ റബ്ബിന് വേണ്ടിയിട്ട് അവൻ ക്ഷമിക്കും. അതുപോലെ അവന്റെ ദേഹേച്ഛകളെ അവൻ ഈ നോമ്പ് കൊണ്ട് അറുത്ത് കളയുകയാണ്. അവന്റെ വികാരങ്ങളെ അല്ലാഹു തആല ഹലാലാക്കി നൽകിയ ഇണയെ പോലും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി, തന്റെ നോമ്പ് സംരക്ഷിക്കുന്നതിന് വേണ്ടി, റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി അവൻ അതെല്ലാം ഉപേക്ഷിക്കുകയാണ്. അല്ലാഹു തആല വ്യത്യസ്ത രൂപത്തിലുള്ള സ്വബറും ഇതിലൂടെ പരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു അടിമക്ക് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങളും മറ്റ് വികാരങ്ങളും എല്ലാം നിയന്ത്രിക്കാൻ നോമ്പിലൂടെ റബ്ബതൊരു പരീക്ഷണമാക്കി വെക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ ഉമ്മത്തിനും അല്ലാഹു നോമ്പ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ ദീനുൽ ഇസ്ലാമിൽ എപ്പോഴാണ് അല്ലാഹു തആല നോമ്പ് നിശ്ചയിച്ചത്? ദീനുൽ ഇസ്ലാമിൽ അത് നിശ്ചയിച്ചിട്ടുള്ള സഹോദരങ്ങളെ മദീനയിലെത്തി ഹിജ്റ 2-ാം വർഷത്തിലാണ്. മക്ക കാലഘട്ടത്തിൽ നോമ്പ് ഉണ്ടായിരുന്നില്ല. അതായത് നിർബന്ധമായ റമളാൻ മാസത്തെ നോമ്പ് മക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവിടെ നമുക്കറിയാവുന്നത് പോലെ തന്നെ തൗഹീദാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. തൗഹീദായിരുന്നു. ഹിജ്റ 2-ാം വർഷം മാത്രമാണ് റമളാൻ മാസത്തിലുള്ള നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി ഉമ്മത്തിന് പല നിയമങ്ങളും അല്ലാഹു തആല നിശ്ചയിക്കുന്ന സമയത്ത് ആദ്യമായി ശരീഅത്ത് ഇറക്കുകയാണ്. തദർറുജോടുകൂടിയാണ്, പടിപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായിട്ടാണ് പല നിയമങ്ങളും ഇറക്കിയത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റമളാൻ ആദ്യം നിർബന്ധമാക്കിയ സമയത്ത് എല്ലാവർക്കും നോമ്പെടുക്കുക എന്നുള്ളത് നിർബന്ധമായിരുന്നില്ല. മറിച്ച് അല്ലാഹു തആല ഒരു ഓപ്ഷൻ കൊടുത്തു, തഖീർ കൊടുത്തു. അത് നോമ്പെടുക്കാം, അല്ലെങ്കിൽ ഓരോ ദിവസവും നോമ്പിന് പകരമായിട്ടൊരു മിസ്കീന് ഭക്ഷണം നൽകാം. ഇങ്ങനെയായിരുന്നു തുടക്കത്തിൽ. എന്നാലും നോമ്പാണ് കൂടുതൽ അഫ്ളൽ എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ആളുകൾക്കും നോമ്പ് നിർബന്ധമാക്കി. അവരതിനോട് പൊരുത്തപ്പെടുന്ന ഒരവസ്ഥ എത്തിയപ്പോൾ മുഴുവൻ ആളുകൾക്കും നോമ്പ് നിർബന്ധമാക്കി നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഉദുറുള്ള, ഒഴികഴിവുള്ള യാത്രക്കാരെ പോലെയുള്ള, രോഗികളെ പോലെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അതിന് മറ്റൊരു ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ അല്ലാഹു തആല അനുവാദം നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട ചില ആമുഖം മാത്രമാണ് പറഞ്ഞത്. ഇതിൽ ഒരുപാട് ഹദീസുകളുണ്ട്. ഇന്ന് സാധിക്കുന്ന ചില ഹദീസുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. കിതാബു സിയാമിലെ ഒന്നാമത്തെ ഹദീസ്, അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല قال رسول الله صلى الله عليه وسلم لا تقدموا رمضان بصوم يوم أو يومين إلا رجل كان يصوم صوما فليصم. നമുക്കറിയാവുന്ന പോലെ തന്നെ ഉംദത്തുൽ അഹ്കാമിൽ ഓരോ ഹദീസ് പറഞ്ഞാൽ അതിന്റെ തഖ്രീജ് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഏത് കിതാബിൽ നിന്നാണ് പറയേണ്ട ആവശ്യമില്ല. ഉംദത്തുൽ അഹ്കാമിലെ ഹദീസുകളെല്ലാം ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള സ്വഹീഹായ ഹദീസുകൾ മാത്രമാണ്. അതിന് ചില ഹദീസുകൾ മാത്രം അതിന് ഒഴിവുണ്ട്. ചില ഹദീസുകൾ ചിലപ്പോൾ ഇത്തിഫാഖ് ഇല്ല. എന്നാൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് മുഴുവൻ ഹദീസുകളും ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹീഹായ ഹദീസുകൾ മാത്രമാണ് ഈ കിതാബിലുള്ളത്.
എന്താണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ എന്താണ് ഇതിന്റെ വിഷയം? എന്താണ് ഈ ഹദീസിലുള്ള മൗദൂ? അതിന്റെ വിഷയം എന്ന് പറയുന്നത് റമളാനിന് മുന്നോടിയായിട്ട് നോമ്പനുഷ്ഠിക്കൽ വിലക്കിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ഈ ഹദീസിൽ പറയുന്നത്. ലാ തഖദ്ദമു റമളാൻ ബിസൗമിൻ യൗമിൻ ഔ യൗമൈൻ, ഒന്നോ രണ്ടോ റമളാനിനുള്ള ഒന്നോ രണ്ടോ ദിവസം മുമ്പ് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇല്ലാ റജുൽ, എന്നാൽ ഒരാൾക്ക് നോമ്പ് അനുഷ്ഠിക്കാം. കാന യസൂമു സൗമൻ, അവൻ പതിവായി നോമ്പ് അനുഷ്ഠിക്കുന്ന ചില നോമ്പാണ്, ഫൽ യസും, അത് അവൻ നോമ്പ് നോറ്റുകൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ഹദീസിൽ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏതൊരു ഇബാദത്തും അത് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചൊരു രീതിയുണ്ട്. ആ സമയത്തെ ആരംഭിക്കാവൂ, ആ സമയത്ത് അത് അവസാനിപ്പിക്കാവൂ. നിസ്കാരം എടുത്തു നോക്കിയാൽ ഇതിനൊരു ആരംഭ സമയമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ തന്നെ നമുക്ക് നിസ്കരിക്കാൻ അള്ളാഹു അനുവാദം നൽകുകയില്ല. നമ്മൾ എത്ര ഖലാസോടുകൂടി അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയാലും റബ്ബ് സ്വീകരിക്കുകയില്ല. ളുഹർ ആവുന്നതിന് മുമ്പേ തന്നെ ഒരാൾ നേരത്തെ തന്നെ 4 റക്അത്ത് ളുഹറൊക്കെ നിസ്കരിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അപ്പൊ റമളാനിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ പ്രത്യേകമായി പറയുന്നത് റമളാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാല് ഒരാള് ഒരു ദിവസം മുമ്പേ തന്നെ ആരംഭിക്കുകയാണ്. അയാളുടെ സൂക്ഷ്മതയാണ്. ഞാൻ നല്ല സൂക്ഷ്മത കാണിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഷാബാനിന്റെ 29 അല്ലെങ്കിൽ 30 തന്നെ അയാൾ എന്ത് ചെയ്യാണ്, നോമ്പ് അനുഷ്ഠിക്കുകയാണ്. റമളാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള നല്ല നിയ്യത്ത് തന്നെ. പക്ഷെ അത് പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഖദ്ദമു, നിങ്ങൾ അങ്ങനെ മുൻകടക്കാൻ പാടില്ല. റമളാനിന് ബിസൗമിൻ, നോമ്പ് കൊണ്ട്, യൗമിൻ ഔ യൗമൈൻ, ഒന്നോ രണ്ടോ ദിവസം മുമ്പ് നിങ്ങൾക്ക് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും അത് ഹറാമാണ് എന്നാണ് പറയുന്നത്. അത് ചെറിയൊരു തഫ്രീഖ്, ഒരു വേർതിരിവ് പറഞ്ഞിട്ടുണ്ട്. റമളാൻ കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ തികച്ചും ഹറാമാണ്, അത് പാടില്ല. റമളാൻ കിട്ടണം എന്നുള്ള ആ നിയത്താണെങ്കിൽ അത് തികച്ചും ഹറാമാണ്. മുഴുവൻ പണ്ഡിതന്മാരും അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് അയാൾ നോമ്പനുഷ്ഠിക്കുന്നത് ഒരു സുന്നത്ത് നോമ്പ് എടുക്കാം, ഷാബാന്റെ അവസാനത്തിൽ ഒരു സുന്നത്ത് നോമ്പ് എടുക്കാം എന്നുള്ള നിയത്തേ ഉള്ളൂ. അങ്ങനെ ഒരു നോമ്പ് എടുത്തതേ ഉള്ളൂ എങ്കിൽ അത് കറാഹത്താണ് എന്നാണ്. ചില പണ്ഡിതന്മാർ അതും ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹറാം എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. കാരണം ഈ ഹദീസിൽ നേർക്കുനേരെ വിലക്കാണുള്ളത്. അതുകൊണ്ട് റമളാനിന്റെ തൊട്ടു മുമ്പുള്ള ഒന്നോ രണ്ടോ ദിവസം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകുന്നു. ആരാണത്? ഇല്ലാ റജുൽ, ഒരു മനുഷ്യൻ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ളതല്ല. ആ വ്യക്തി എങ്ങനെയുള്ള ആളാണ്? കാന യസൂമു സൗമൻ ഫല്യസും, അയാൾ നോമ്പ് അങ്ങനെ അനുഷ്ഠിച്ചു പോരുന്ന ഒരാളാണ്. അവൻ നോമ്പെടുക്കട്ടെ. ആരെ പോലെ? പണ്ഡിതന്മാർ പറയുന്നു, സ്ഥിരമായി തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്ന ആളാണ്. റമളാന് ആരംഭിക്കുന്നത് ചൊവ്വാഴ്ചയാണെന്ന് വിചാരിക്കുക. ഷാബാന്റെ അവസാന ദിവസം തിങ്കളാണ്. അയാൾ സ്ഥിരമായി തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ ഇതിൽ ഉൾപ്പെടുന്നവനാണ്. അവൻ എന്ത് ചെയ്യാം? ഫല്യസും, അവൻ നോമ്പെടുക്കാവുന്നതാണ്. തൊട്ടു ദിവസം മുമ്പത്തെയാണ് എന്ന് വിചാരിച്ച് ഈ ഹദീസിന്റെ വിലക്ക് പറയുന്നില്ല. കാരണം ഈ ഹദീസ് വിലക്കിയ ഉടനെ തന്നെ ഇങ്ങനൊരു ആൾക്ക് എക്സെപ്ഷൻ, ഇസ്തിസ്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അയാൾക്ക് നോമ്പെടുക്കാം. ഇനി പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ആണെങ്കിൽ സ്ഥിരമായി തിങ്കളും വ്യാഴം എടുക്കുന്ന ആളാണെങ്കിൽ, സ്ഥിരമായി വ്യാഴം മാത്രം എടുക്കുന്ന ആളാണെങ്കിലും ആൾക്ക് ആ വ്യാഴാഴ്ച ദിവസം എന്ത് ചെയ്യാവുന്നതാണ്, നോമ്പെടുക്കാവുന്നതാണ്. ഇനി വേറെ ചില വ്യക്തികൾ ഉണ്ടാകും. സൗമ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നോമ്പ് എന്നറിയപ്പെടുന്ന ഒരു ദിവസം നോമ്പെടുക്കുക, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുക. അങ്ങനെ എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് നോമ്പില്ല, നാളെ ആണെങ്കിൽ റമളാന്റെ തലേ ദിവസമാണ്, അയാൾ നാളെ നോമ്പെടുക്കുന്ന വ്യക്തിയായിരിക്കും സാധാരണ. അയാൾക്കിത് എടുക്കൽ അനുവദനീയമായ കാര്യമാണ്, അയാൾ ഇതിൽ വരുന്നില്ല. അതേപോലെ ഷഅബാൻ മാസത്തിൽ ഖളാ വീട്ടാൻ വേണ്ടി, കഴിഞ്ഞ റമളാനിലെ നോമ്പ് ഖളാ വീട്ടാൻ വേണ്ടി മാറ്റിവെച്ച ആളുകൾ ഉണ്ടാകും. ഇപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവര് ഒരു റമളാനിലെ നോമ്പ് അടുത്ത ഷഅബാനിലാണ് വീട്ടാൻ സാധിക്കാറുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ദൗത്യങ്ങൾ, ചുമതലകളൊക്കെ ചെയ്യേണ്ടതിനാൽ അവർക്ക് ബാക്കിയുള്ള അത്രയും 10 മാസങ്ങളിൽ അതിന് സാധിക്കുമായിരുന്നില്ല എന്നാണ്. അവർ ഷാബാനിലേക്ക് മാറ്റിവെക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ട്, പല മാസങ്ങൾ പല കാരണത്താൽ മാറ്റിവെക്കാൻ പറ്റിയിട്ട് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഷാബാനിലാണ് എടുക്കേണ്ടത്. അപ്പൊ അവസാനം 2 നോമ്പ് ബാക്കിയുണ്ട്. അപ്പൊ ഇന്നും നാളെയും കൂടെ എടുത്താലേ തീരുള്ളൂ, മറ്റന്നാൾ റമളാൻ ആരംഭിക്കുകയാണ്, അയാൾക്ക് എടുക്കാവുന്നതാണ്. കാരണം അയാൾ ഈ പറയുന്ന നിയത്തിലൊന്നുമല്ല എടുക്കുന്നത്. അപ്പൊ ഒരു വെറുതെ ഒരു സുന്നത്ത് നോമ്പ് അത് ഒഴിവാക്കണം. അതുപോലെ റമളാൻ എനിക്ക് കിട്ടണം എന്നുള്ള സൂക്ഷ്മതയോടുകൂടി ഒരു നോമ്പ്, അഥവാ റമളാൻ ആയാലോ വേണ്ട,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അങ്ങനെയുള്ള കാര്യമൊന്നും നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. റമളാനായി എന്ന് ഉറപ്പായാൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇത് സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ഹദീസിൽ നിന്നുള്ള ചില ഫായിദകൾ: ഒന്ന്, അന്നഹ്യു അൻ സബ്ഖി റമളാൻ ബിസൗമി യൗമിൻ ഔ യൗമൈൻ, റമളാനിന് 1-2 ദിവസം മുമ്പ് നോമ്പെടുക്കുക എന്നുള്ളത് വിലക്കാണ്. വന്നഹ്യു ലിത്തഹ്രീമി ഇൻദ കസീരിൻ മിനൽ ഉലമാ, വിലക്ക് അത് നിഷിദ്ധമാണെന്ന് അറിയിക്കുന്നു എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അടുക്കൽ. 2, ജവാസു സബ്ഖിഹി ബിസൗമി 3 അയ്യാമിൻ ഫഅക്സർ, 3 ദിവസം മുമ്പ് എടുക്കൽ അനുവദനീയമാണ്. കാരണം ഇതിൽ സൗമിൻ ഔ യൗമിൻ ഔ യൗമൈൻ എന്നാ പറഞ്ഞത്. ഇപ്പൊ ഒരു 3 ദിവസം മുമ്പേക്ക് ഒരാൾ നോമ്പെടുത്താൽ അത് ഇതിൽ പെടുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ വേറെ ചില ഹദീസ് ഉണ്ട്, ഷാബാൻ മാസത്തിന്റെ പകുതിയായി കഴിഞ്ഞാൽ പിന്നീട് നോമ്പ് അനുഷ്ഠിക്കരുത് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഹദീസിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഷാബാനിന്റെ ആദ്യ പകുതിയിൽ തീരെ എടുക്കാത്ത ആളുകൾ അവസാനം കൊണ്ടുപോയി മാത്രം സുന്നത്തെടുക്കുന്ന നോമ്പെടുക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കുകയായിരിക്കും നല്ലത്. എന്നാൽ ആദ്യമേ ഷാബാൻ മാസത്തിൽ സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചൊരു മാസമായിരുന്നല്ലോ. വർദ്ധിപ്പിക്കുക എന്നുള്ളത് നല്ലതാണ്. അപ്പൊ അങ്ങനെ എടുത്തു പോരുന്ന ഒരാൾക്ക് ഒരു 3 ദിവസം മുമ്പൊക്കെ എടുക്കുന്നത് കൊണ്ടൊന്നില്ല, അതിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ മുറാഅതു ശാരിഇ ലിതഖയ്യുദ് ബിൽഹുദൂദി ശർഇയ്യ വഅദമു തഅദ്ദിഹ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിന്റെ പരിധികളെല്ലാം അത് കൃത്യമായി നിശ്ചയിച്ചിരിക്കുന്നു. അത് പരിധി ലംഘിക്കാൻ അള്ളാഹു അനുവദിക്കുന്നില്ല. അത് ആരംഭിക്കേണ്ടത് ഇങ്ങനെയാണ്, അവസാനിക്കേണ്ടത് ഇങ്ങനെയാണ്, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിശ്ചയിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ബിദ്അത്തുകൾ ഉണ്ടാക്കുന്ന ആളുകൾ അവരുടെ ഒരു ലോജിക്കും അവരുടെ ഒരു ചിന്തയും വെച്ചിട്ടാണ് എങ്കിൽ എന്താണ്, നോമ്പല്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നോമ്പെടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെയാണല്ലോ, വേറെ ചില തെളിവുകളൊക്കെ ഉദ്ധരിച്ചിട്ടാണ് അവരുടെ ഏതൊരു വിധത്തിനെയും അവർ ന്യായീകരിക്കുക. നോമ്പല്ല, നോമ്പിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദിവസത്തെ നോമ്പ് 50,000 വർഷം വഴിദൂരം നരകത്തിൽ നമ്മളെ മുഖത്തേക്കാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിന്റെ പൊലിമ കുറെ പറയാം. നോമ്പെടുക്കാം, കുഴപ്പമില്ല. അല്ല, അവർ യുക്തിവാദമായിരിക്കും മിക്കവാറും ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഏതൊരു ബിദ്അത്തിനും പറയാം. അപ്പൊ അവരങ്ങനെയൊക്കെ പറയണം, നോമ്പിന്റെ എല്ലാ ഫضലുകളും, നോമ്പെടുത്ത ആൾക്ക് ഇങ്ങനെയുണ്ട്, നോമ്പെടുത്താൽ അങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് ഈ ഒരു ദിവസം നോമ്പെടുക്കാനാണെങ്കിലോ ഇല്ല, അത് ഇപ്പുറത്ത് വിലക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള നോമ്പിന്റെ ഫضലുകളൊന്നും പറഞ്ഞിട്ട് അവിടെ കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. അപ്പൊ അഥവാ നോമ്പാണെങ്കിലോ അങ്ങനെ നിന്റെ സൂക്ഷ്മത അല്ലെങ്കിൽ അങ്ങനെയുള്ള നിന്റെ കാര്യങ്ങളൊന്നും അത് ശരിയല്ല. സൂക്ഷ്മത എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു സൂക്ഷ്മത ഉണ്ടല്ലോ, ആളുകൾ സ്വന്തമായിട്ട് എനിക്ക് അങ്ങനെയാണ് ശരിയായി തോന്നുന്നത്, അതാണ് കൂടുതൽ സൂക്ഷ്മത. ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത് നിൽക്കലാണ് ഏറ്റവും വലിയ സൂക്ഷ്മത. അതിനപ്പുറത്തേക്ക് നമ്മൾ പരിധി വിടുക എന്നുള്ളത് അത് സൂക്ഷ്മതയല്ല, അത് പരിധി ലംഘിക്കലാണ്. അത് പരിധി ലംഘിക്കാൻ വുളു എടുക്കുന്ന വിഷയത്തിൽ 3 പ്രാവശ്യമാണ് മാക്സിമം നമുക്ക് കഴുകാനുള്ള അനുവാദം. ഒരു പ്രാവശ്യം എല്ലാ അവയവങ്ങളും കഴുകിയാൽ തന്നെ വുളു ശരിയാകും. ഫർളുകൾ 1 പ്രാവശ്യം കഴുകിയാൽ വുളു ശരിയാകുന്നതാണ്. 2 പ്രാവശ്യം ചെയ്യലും സുന്നത്താണ്, 3 പ്രാവശ്യം ചെയ്യല് സുന്നത്താണ്. ഒരാൾ ഒന്നുകൂടി വൃത്തിയാട്ടെ എന്ന് പറഞ്ഞിട്ട് 4 പ്രാവശ്യം കഴുകിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാടില്ല, അവൻ മോശമാണ്, പരിധി ലംഘിക്കലാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ കൂടുതൽ നല്ലത് ഇങ്ങനെയല്ലേ, അപ്പൊ ഒന്നുകൂടി കൂടുതൽ വൃത്തിയാവില്ലേ, 7 പ്രാവശ്യം ആക്കിയാൽ നല്ലതല്ലേ, അങ്ങനെ ചിന്തിക്കാനുള്ള വകുപ്പില്ല. ശരീഅത്ത് പറയുന്നിടത്ത് നിൽക്കുക എന്നുള്ളതാണ് സൂക്ഷ്മത എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഹദീസ്, അൽ ഹദീസ് الثاني عن عبد الله بن عمر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول إذا رأيتموه فصوموا وإذا رأيتموه فأفطروا فإن غم عليكم فقدروا له. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ നേരത്തെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഇദാ റഅയ്തുമൂഹു ഫസൂമു, നിങ്ങൾ അതിനെ കാണുകയാണ് എങ്കിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. വ ഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു, നിങ്ങൾ അതിനെ കാണുകയാണ് എങ്കിൽ നിങ്ങൾ നോമ്പ് ഉപേക്ഷിക്കുക, അതായത് ഇഫ്താർ നടത്തുക. ഫഇൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറു ലഹ്, നിങ്ങൾക്ക് മേഘാവൃതമാണ് എങ്കിൽ ഫഖ്ദുറു ലഹ്. ഫഖ്ദുറു ലഹ് ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥം അവസാനം പറയാം. ശരി, ഇവിടെ വിഷയം എന്ന് പറയുന്നത് എപ്പോഴാണ് നോമ്പ് നിർബന്ധമാകുന്നത് എന്നാണ് പറയുന്നത്. എപ്പോഴാണ് നോമ്പ് നിർബന്ധമാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ റഅയ്തുമൂഹു, അഥവാ റമളാന് അത് നിർബന്ധമാകുക എങ്ങനെയാണ്? ഹിലാലു റമളാൻ, റമളാനിന്റെ മാസപ്പിറവി, ചന്ദ്രകല അത് കാണുമ്പോഴാണ് നമുക്ക് റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോ ദുഖൂൽ റമളാൻ, റമളാനിലേക്ക് പ്രവേശിക്കുന്നത് 2 രീതിയിലാണ്, 3 ഇല്ല. ഒന്ന്
റുഅ്യത്തുൽ ഹിലാൽ, ഷാബാൻ കഴിഞ്ഞ് ഹിലാൽ റമളാനിന്റെ ചന്ദ്രകല കാണുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കുക. 2 കാണണം എന്നില്ല. ഇക്മാലു ഷഅബാൻ 30 യൗമൻ, ഷാബാൻ 30 പൂർത്തിയാക്കി മതി, കണ്ടിട്ടേ ഇല്ല, കാണേണ്ട ആവശ്യം എപ്പോഴും ഇല്ല. 30 പൂർത്തിയായി, ഷാബാൻ 30 പൂർത്തിയായാൽ പിന്നെ 31 ഉണ്ടോ ഷാബാൻ? ഇല്ല. ഒരു നാട്ടുകാർ കണ്ടിട്ടേ ഇല്ല, കാണാനേ പറ്റിയിട്ടില്ല. കാരണം അവിടെ മുഴുവൻ മഴക്കാലമാണ്, അല്ലെങ്കിൽ മേഘാവൃതമാണ്, ഏതെങ്കിലും ഒക്കെ കാര്യമാണ്. അപ്പോൾ ഈ 2 രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? റമളാനിലേക്ക് പ്രവേശിക്കാം. അതേപോലെ തന്നെയാണ് ഷവ്വാലിലേക്ക് പ്രവേശിക്കുന്നതും അങ്ങനെ തന്നെയാണ്. റമളാനിന്റെ 29 കഴിഞ്ഞു, 30ന്റെ രാത്രി ആവേണ്ട, അല്ലെങ്കിൽ ഷവ്വാൽ ആകേണ്ട ആ ഒരു ദിവസം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഷവ്വാലിന്റെ ചന്ദ്രകല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഷവ്വാലിലേക്ക് പ്രവേശിക്കും. അല്ലെങ്കിൽ റമളാൻ 30 പൂർത്തിയാകും, ഉറപ്പാണ്. പിന്നെ നമുക്ക് കാണേണ്ട ആവശ്യം, 30 അന്ന് നോക്കേണ്ട ആവശ്യം ഇല്ല. കാരണം 30 പൂർത്തിയായാൽ പിറ്റേന്ന് ഷവ്വാൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇദാ റഅയ്തുമൂഹു, നിങ്ങൾ ഹിലാൽ റമളാൻ കണ്ടു കഴിഞ്ഞാൽ ഫസൂമുഹു, അഥവാ നിങ്ങൾ നാളെ നോമ്പ് ആരംഭിക്കുക. വഇദാ റഅയ്തുമൂഹു, ഷവ്വാലിന്റെ ഹിലാൽ കണ്ടു കഴിഞ്ഞാൽ ഫഅഫ്തിറു, അപ്പോൾ നിങ്ങൾ നോമ്പ് ഉപേക്ഷിച്ച് എന്ത് ചെയ്യണം? നാളെ എന്ത് ചെയ്യണം? പെരുന്നാൾ ആക്കണം. അതാണ് ഈ ഹദീസിലുള്ളത്. പിന്നീട് അവസാനം പറഞ്ഞിട്ടുള്ള കാര്യം ഫഇൻ ഗുമ്മ അലൈക്കും ഗുമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടപ്പെടുക എന്നുള്ളതാണ്. മേഘാവൃതമാകുക, അല്ലെങ്കിൽ പൊടിയോ മറ്റോ ഒക്കെ കാരണത്താൽ നമുക്ക് ചന്ദ്രനെ നോക്കേണ്ട ഭാഗത്ത് ഒന്നും കാണാനില്ല. മേഘം കാരണത്താലാകാം, ഏത് കാരണമായാലും നോക്കിയാൽ കാണുന്നില്ല. അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഫഖ്ദുറു ലഹു. ഈ വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ഫഖ്ദുറു ലഹു, കാരണം ഖദറ യഖ്ദുറു എന്നുള്ള വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, അത് ദയ്യിഖു, അതിനെ എടുക്കുക എന്നുള്ളതാണ്. അഥവാ ഷഅബാൻ 29 ആക്കിയിട്ട് അങ്ങനെ മേഘാവൃതമായാൽ പിറ്റേന്ന് റമളാൻ ആരംഭിച്ചോളൂ എന്നുള്ള ഒരു അഭിപ്രായമാണ്. സഹാബിമാരിൽ ചിലർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള മറ്റു ചില സഹാബത്തിനൊക്കെ ആ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതായത് മേഘാവൃതമായാൽ അവരെന്ത് ചെയ്യും? പിറ്റേന്ന് നോമ്പ് ആരംഭിക്കും. അങ്ങനെയാണ്. കാരണം അത് റമളാനാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ വിലക്കിയത് അങ്ങനെ മേഘാവൃതമൊന്നുമില്ല, വളരെ കൃത്യമായിട്ട് 29 കഴിഞ്ഞു, സൂക്ഷ്മതയ്ക്ക് വേണ്ടി 30 എടുക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അതാണ് യോമുഷക്ക്, സംശയമുള്ള ആ ദിവസം അത് എടുക്കുക എന്നുള്ളത് നേരത്തെ ഉള്ളതാണ്. പക്ഷെ ഇത് എന്താണ്? ഇത് ഇങ്ങനൊരു കാര്യങ്ങൾ കാണാൻ പറ്റാത്ത ചില തടസ്സങ്ങൾ വന്നാലാണ്. എന്നാൽ അത് ശരിയായ അഭിപ്രായമല്ല. കാരണം ചില റിവായത്തില് ഫഖ്ദുറു ലഹു എന്നുള്ളതിന് തഫ്സീർ തന്നെ വന്നിട്ടുണ്ട്. അഥവാ ഫഅക്മിലു ശഅബാന 30, ശഅബാൻ 30 പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഫഖ്ദുറു ലഹു. അതിനെ വിശാലമാക്കുക, അതിനെ പൂർത്തിയാക്കുക, കണക്കാക്കുക എന്നാണ്. ഫഖ്ദുറു ഖദറു, കണക്കാക്കുക, അതായത് 30 കണക്കാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശഅബാൻ ഇടുക്കി 29 ആക്കുക എന്നുള്ളതല്ല. അത് മനസ്സിലാക്കുന്നതിൽ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു അത്. ഫഖ്ദുറു ലഹു എന്ന് പറയുന്നത് അത് ശഅബാൻ 30 ആക്കുക. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടിട്ടില്ലെങ്കിൽ ഇത് 30 ആക്കി ശഅബാന് പൂർത്തിയാക്കണം. അതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മൂന്നാമതൊരു ഓപ്ഷൻ എന്താണ്? മൂന്നാമത്തെ ഓപ്ഷൻ ഹിസാബ് നോക്കി, കണക്ക് പ്രകാരം നാളെ എന്താണുള്ളത് എന്ന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ? അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇതിന് യാതൊരു തെളിവുമില്ലാത്ത കാര്യമാണ്. എന്താണ്? നമുക്ക് കണക്ക് നോക്കുക. അപ്പൊ ഇന്ന് ചന്ദ്രന്റെ കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ന് ചന്ദ്രൻ കണക്ക് പ്രകാരം അല്ല, അതിന്റെ ഇതൊക്കെ നോക്കിയ പഠിച്ച ആളുകൾ, ഇതിന്റെ സയൻസ് ഒക്കെ പഠിച്ച ആളുകൾ നോക്കുമ്പോൾ ഇന്നത് ചന്ദ്രൻ പൂർണ്ണമായി തീർന്ന നാളെ 1 ആവേണ്ടതാണ് എന്നാണ് കണക്കിൽ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മേഘാവൃതം ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ചന്ദ്രനെ കാണേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം കണക്ക് പ്രകാരം നാളെയാണ് എന്ന് പറഞ്ഞ് ആരംഭിക്കുക എന്നുള്ളത് സഹോദരങ്ങൾ, അത് ദീനിൽ കൊണ്ടുവന്ന ബിദ്അത്താണ്, പുതു നിർമ്മിതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് എതിരായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ദീനിൽ റുഇയത്താണ് കാരണമാക്കിയിട്ടുള്ളത്. ഒരു ഷഹറിലേക്ക് പ്രവേശിക്കാൻ, മാസത്തിലേക്ക് പ്രവേശിക്കാൻ ഫഇദാ റഅയ്തുമൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞിട്ടുള്ളത്? റുഇയത്താണ്. ഫഖ്ദുറു എന്ന് പറയുന്നത് ഹിസാബ് കണക്കാക്കുക എന്നുള്ളതിന് മുൻഗാമികളാരും തഫ്സീർ
അങ്ങനെ ചെയ്തിട്ടില്ല. മുൻഗാമികൾ ആരും തഫ്സീർ ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ 2 അഭിപ്രായങ്ങൾ മാത്രമേ അതിന് ഉള്ളൂ. അതല്ലാതെ കണക്ക് നോക്കിയിട്ട് കണക്ക് പ്രകാരം നമുക്ക് ചെയ്യാം അല്ലെ അങ്ങനെ പറഞ്ഞിട്ട് മാസം നോക്കുന്ന ആളുകളെ പരിഹസിക്കുക വരെ ചെയ്യും. മാസമൊക്കെ നമ്മളെ പോക്കറ്റിലുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ ആകാശത്ത് നോക്കുന്നത്? കാരണം മൊബൈൽ നോക്കിയാൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. മൊബൈൽ നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. ഇന്ന ദിവസമായിരിക്കും അമാവാസി, ഇന്ന ദിവസം പൂർണ്ണ ചന്ദ്രനാണ്, ഇന്ന ദിവസം 1 അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മതി എന്നാണ്. അതൊരിക്കലും ശരിയല്ല. സഹാബത്തിന്റെ മൻഹജിനോട് എതിരായിട്ടുള്ള, സലഫുകളുടെ മൻഹജിനോട് എതിരായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാൻ പാടില്ല. അതാണ് ഈ ഹദീസിൽ നിന്നുള്ള പാഠം. പിന്നീട് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ ഫവായിദ് പറയുമ്പോൾ ചിലത് അതിൽ സൂചിപ്പിക്കാം. ഒന്ന്, അദ്ദേഹം പറയുന്നു ഫവായിദുൽ ഹദീസ്, ഒന്ന് വുജൂബു സൗമി റമളാൻ ഇദാ സബതത് റുഅയതു ഹിലാലിഹി ശർഅൻ. ഹിലാൽ കണ്ടു കഴിഞ്ഞാൽ, റമളാന്റെ ഹിലാൽ കണ്ടു കഴിഞ്ഞാൽ നോമ്പ് നിർബന്ധമാകും, ശരീഅത്തിൽ നോമ്പ് നിർബന്ധമാകും എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? കൽപ്പിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇദാ റഅയ്തുമുഹു ഫസൂമു, കൽപ്പനയാണ്. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായി, പിറ്റേന്ന് നോമ്പെടുക്കൽ നിർബന്ധമായി. ഇനി രണ്ടാമത് പറയുന്ന പോയിന്റ് നമുക്കറിയാം, ഇത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. അദമു വുജൂബി സൗമി അലൽ ബഈദ് عن مكان الرؤية إذا اختلفت المطالع لأن الهلال لم يرى حقيقة ولا حكما. മതാലികൾ ഉദയസ്ഥാനങ്ങൾ വ്യത്യാസപ്പെടുന്നത്, അഥവാ ചന്ദ്രന്റെ ഉദയസ്ഥാനം എല്ലായിടത്തും ഒരുപോലെയല്ല. അതറിയപ്പെട്ട കാര്യമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഉദയസ്ഥാനങ്ങൾ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ കാണുന്ന സ്ഥലത്തിൽ നിന്നും വിദൂരമായിട്ടുള്ള ഉള്ള ആളുകൾക്ക് അവർക്ക് വുജൂബില്ല. കാരണം അവർ ഹിലാലിനെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅയ്തുമൂഹു, അതിനെ കണ്ടാലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു നാട്ടുകാരത് കണ്ടിട്ടില്ല, വേറൊരു നാട്ടുകാരാണ് കണ്ടിട്ടുള്ളത് എങ്കിൽ കാണാത്തവർക്ക് അത് നിർബന്ധമാകുന്നില്ല എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. ഇതറിയപ്പെട്ട കാര്യമാണ്. സലഫി ലോകത്ത് തന്നെ അഹ്ലുസുന്നക്ക് ഇടയിൽ തന്നെ വളരെ ശക്തമായ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ലോകത്തെവിടെ കണ്ടാലും അത് തന്നെ മതി എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ വളരെ ശക്തമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സ്ഥാപിച്ചിട്ടുണ്ട്. ഖിലാഫുള്ള, അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. പക്ഷേ അതിൽ എല്ലാ ഉലമാക്കളും ഏകോപിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു നാട്ടിൽ ഇതിലേതൊരു അഭിപ്രായമാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും സ്വീകരിക്കുന്നത്, ആ അഭിപ്രായം തന്നെ ബാക്കിയുള്ള ആളുകളും സ്വീകരിക്കേണ്ടതുണ്ട്. അതല്ലാതെ നാട്ടുകാർക്ക് മുഴുവൻ എതിരായിക്കൊണ്ട് ലോകത്തെവിടെയെങ്കിലുമുള്ള ഒരു മാസത്തിന് വേണ്ടി ഐക്യപ്പെടുക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളത് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തെ പോലെയുള്ള ഒറ്റ കാഴ്ചയാണ് വേണ്ടത് എന്ന് സ്ഥാപിച്ച പണ്ഡിതന്മാർ തന്നെ നസീഹത്ത് നൽകിയത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഈ അഭിപ്രായ വ്യത്യാസം അത് പരിഗണനീയമായ അഭിപ്രായ വ്യത്യാസമാണ്. ഒരു അഭിപ്രായം അതിൽ തള്ളപ്പെടേണ്ടതായ, തെളിവുകളോട് യോജിക്കാത്തതായ അഭിപ്രായമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. അത് മനസ്സിലാക്കുക. 3, വുജൂബു ഇക്മാലി ശഅബാൻ 30 ഇദാ ഹാല ഗൈമുൻ ഔ നഹ്വുഹു ദൂന ഹിലാൽ റമളാൻ. ഷാബാന് നമുക്കൊരു ഗൈം ഉണ്ടായി കഴിഞ്ഞാൽ ഷാബാൻ അത് 30 പൂർത്തിയാക്കണം എന്നത് നിർബന്ധമാണ്. ഗൈം അതായത് മേഘാവൃതമായ കാണാതെ ഒരു മറ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പൂർത്തിയാക്കണം എന്നതാണ് നിർബന്ധം. അതുപോലെ വുജൂബുൽ ഫിത്രി ഇദാ സബതത് റുഅയതു ഹിലാലി ശവ്വാൽ ശർഅൻ. ശവ്വാലിന്റെ പിറവി കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മുറിച്ചിരിക്കണം. മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ മുറിച്ചിരിക്കണം. അവിടെയും നേരത്തെ അദ്ദേഹം നോമ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ അദമു വുജൂദിൽ ഫിത്രി അലൽ ബഈദി അൻ മകാനി റുഅയ ഇദാ ഇഖ്തലഫത്തിൽ മതാലിഹ്. ഉദയസ്ഥാനം വ്യത്യാസപ്പെടുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും കണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പുറത്തുള്ള ആളുകൾക്ക് നോമ്പ് മുറിക്കൽ അവിടെ നിർബന്ധമാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ കണ്ടാൽ ഇന്ത്യയിലുള്ള ആളുകൾക്ക് അത് അതിനനുസരിച്ചിട്ട് നോമ്പ് 29 ആക്കി മുറിക്കൽ നിർബന്ധമില്ല. കാരണം അത് ഇഖ്തിലാഫുൽ മതാലി ഉണ്ട്, അറിയപ്പെട്ട കാര്യമാണ്. ആ അഭിപ്രായ പ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല? അദ്ദേഹം അത് നോമ്പ് മുറിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇനി വുജൂബ് ഇക്മാലി റമളാൻ 30 യൗമൻ ഇദാ ഹാല ഗൈമുൻ ഔ നഹു ദൂന ഹിലാൽ ശവ്വാൽ. അയാൾ എന്ത് ചെയ്യണം? മാസം കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായി റമളാൻ മാസം എന്ത് ചെയ്യണം? 30 ആക്കി പൂർത്തീകരിക്കണം. അതുപോലെ ഇബ്താലുൽ ഇഅ്തിമാദി അലാ ഖൗലി അഹ്ലിൽ ഹിസാബ് ഫീ ദുഖൂലി ഷഹർ. ഷഹറിൽ പ്രവേശിക്കാൻ കണക്കന്മാരുടെ ആ അവലംബം അത് ബാത്തിലാക്കി കളഞ്ഞുകൊണ്ടുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പന. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഅയത്തിനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ, കണക്കാക്കുക എന്നുള്ളത് പറഞ്ഞിട്ടേ ഇല്ല. ഇനി അന്നമൻ ഇൻഫറദ ബിറുഅയതിഹി ഫി ബർരിൻ, ആരെങ്കിലും ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയി, അയാൾ കണ്ടു, വേറെ ജനങ്ങളൊന്നും അവിടെ ഇല്ലെങ്കിൽ ലസിമഹുൽ അമലു ബിമുഖ്തളാ റുഅയതിഹി, അയാൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ നോമ്പ് എടുക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക എന്നുള്ളത് അയാൾക്ക് നിർബന്ധമാണ് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്
പറയുന്നത്. ഇതാണ് ഈ ഹദീസിൽ നോമ്പ് എപ്പോൾ ആരംഭിക്കണം എപ്പോൾ അവസാനിപ്പിക്കണം എന്നുള്ളതിന്റെ ഒരു ഹദീസാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഹദീസ് അൽ ഹദീസു الثالث عن أنس بن مالك رضي الله عنه قال رسول الله صلى الله عليه وسلم تسحروا فإن في السحور بركة. നിങ്ങൾ അത്താഴം കഴിക്കുവിൻ, തീർച്ചയായും അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത്താഴവുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അതിനു മുമ്പ് റാവിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരൽപ്പം കേൾക്കാം. അനസ് ബിൻ മാലിക് ഇബ്നു നദർ അൽ അൻസാരി അൽ ഖസ്റജി, അദ്ദേഹം അൻസാരികളിൽപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ആര്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്നു, അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന, സേവനം ചെയ്തിരുന്ന ആളായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തെയും കൂട്ടി അദ്ദേഹത്തിന്റെ ഉമ്മയായ ഉമ്മു സുലൈം വെറും 10 വയസ്സുള്ളപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക്, മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തുമ്പോൾ ഉമ്മു സുലൈം അവിടേക്ക് എത്തുകയാണ്. വെറും 10 വയസ്സാണ് ആ കുട്ടിക്കപ്പോൾ പ്രായം. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹദാ അനസ് ബിൻ മാലിക് ഗുലാമുൻ യഖ്ദുമുക്. അള്ളാന്റെ റസൂൽ, ഇത് അനസ് ബിൻ മാലിക്കാണ്, ചെറിയ കുട്ടിയാണ്, പക്ഷെ താങ്കൾക്ക് ഖിദ്മത്ത് ചെയ്യും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നന്നായി ദുആ ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. ആ ദുആകളിൽ പെട്ടൊരു ദുആയാണ്. 3 കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വഅദ്ഖിൽഹുൽ ജന്ന. 3 കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുവേ, ഇവന്റെ അനസ് ബിൻ മാലിക്കിന്റെ സമ്പത്ത് നീ വർദ്ധിപ്പിക്കണമേ, സന്താനം നീ വർദ്ധിപ്പിക്കണമേ, അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഫറഅയ്തു സ്നൈനി വഅന അർജു സാലിസ. ഈ 2 കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, മൂന്നാമത്തേത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് ധാരാളം സമ്പത്തും ധാരാളം സന്താനങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്, ഇത് 2ഉം ഞാൻ അനുഭവിച്ചു. മൂന്നാമത്തെ കാര്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് തീർച്ചയായും ഞാനത് പ്രതീക്ഷിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് 125ഓളം കുട്ടികൾ, പേരമക്കളല്ല, കുട്ടികൾ, അദ്ദേഹത്തിന്റെ മുതുകിൽ നിന്നുണ്ടായിട്ടുള്ള മക്കൾ 125ഓളം കുട്ടികൾ അദ്ദേഹം മറമാടിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ദീർഘ ആയുസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 125ഓളം കുട്ടികളെ, വ്യത്യസ്ത ഒരുപാട് ഭാര്യമാരുണ്ടായിട്ടുണ്ടാകണം, ചിന്തിക്കുകയാണെങ്കിൽ 4ലധികം ഭാര്യമാരുണ്ടാകാം വ്യത്യസ്ത സമയങ്ങളിൽ. ഒരുപാട് കുട്ടികൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭൂമിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭൂമിയിൽ വർഷത്തിൽ 2 പ്രാവശ്യം സമ്മർ ഉണ്ടാവും, 2 പ്രാവശ്യം കായികനികൾ ഉണ്ടാകുമായിരുന്നു. എല്ലാവർക്കും 1 പ്രാവശ്യം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് 2 പ്രാവശ്യം കിട്ടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ സ്വഹാബികൾ ഒന്നടങ്കം വീക്ഷിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്നിട്ടുള്ള കാര്യമാണ്. ഒരുപാട് കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയാണ്. അതുപോലെ തന്നെ ഒരുപാട് സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സാധാരണ എല്ലാവർക്കും വർഷത്തിൽ 1 പ്രാവശ്യം കിട്ടും, അദ്ദേഹത്തിന് 2 പ്രാവശ്യം കിട്ടാൻ എത്ര ഇരട്ടി സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ബസ്രയിലേക്ക് പോയി. അവിടെ അദ്ദേഹം ഹിജ്റ 90-ലാണ് മരിച്ചത്. അദ്ദേഹമാണ് സ്വഹാബികളുടെ കൂട്ടത്തിൽ അവസാനം മരിച്ച സ്വഹാബി എന്ന് അവസാനം മരിച്ച സ്വഹാബിയായിട്ട് അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹമാണ് അവസാനം മരിച്ചിട്ടുള്ള സ്വഹാബി. അദ്ദേഹത്തെ അബു ഹനീഫ റഹിമഹുല്ല കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള അഭിപ്രായ വ്യത്യാസത്തിലാണ് ഇമാം അബു ഹനീഫ റഹിമഹുല്ല താബിഇയാണോ അല്ലേ എന്നുള്ള അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ നിൽക്കുന്നത്. അബു ഹനീഫ താബിഇയാണോ അതല്ല താബിഇങ്ങളെ കണ്ട താബിയാണോ എന്നുള്ള ഒരു ഖിലാഫ് അദ്ദേഹത്തെ കണ്ടോ ഇല്ലേ, കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ ജീവിച്ച സ്വഹാബിയാണ് എന്ന് കാണാൻ സാധിക്കും. ഹദീസിന്റെ വിഷയം ഹുക്മുസ് സുഹൂർ, അത്താഴം കഴിക്കുന്നതിന്റെ വിധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുക, ഫഇന്ന ഫിസ് സുഹൂരി ബറക, കാരണം അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കാരണം പറഞ്ഞതിനാലും മറ്റു പല കാര്യത്താലും അത്താഴം കഴിക്കൽ നിർബന്ധമല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇജ്മാ ഉള്ള കാര്യമാണ്, അത്താഴം കഴിക്കൽ നിർബന്ധമാണ് എന്നാരും പറഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞത്? തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുക, ഫഇന്ന ഫിസ് സുഹൂരി ബറക, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. സുഹൂർ എന്ന് പറഞ്ഞാൽ അത്താഴം കഴിക്കുന്ന പ്രവൃത്തിക്കാണ് സുഹൂർ എന്ന് പറയുക. സഹൂർ സീൻ ഫത്ഹട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്താഴം കഴിക്കുന്ന ഭക്ഷണത്തിനാണ്. അത് ശരീരത്തിൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. വുളു എന്ന് പറഞ്ഞാൽ വുളു എടുക്കുന്ന പ്രവൃത്തിക്കാണ് പറയാ. എന്നാൽ വദു എന്ന് പറഞ്ഞാൽ വുളു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനാണ് വദു എന്ന് പറയുക. അപ്പൊ സഹൂർ എന്ന് സീൻ ഫത്ഹട്ട് പറഞ്ഞാൽ അത്താഴത്തിന്റെ ഭക്ഷണമാണ്, എന്താണോ കഴിക്കുന്നത് അതാണ് സഹൂർ. സുഹൂർ എന്ന് പറയുന്നത് ആ പ്രവൃത്തിയാണ്. അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു
രണ്ട് രൂപത്തിലെ ബറക്കത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന് ദീനിയായിട്ടുള്ള ബറക്കത്തും അതുപോലെ തന്നെ ദുന്യവിയായിട്ടുള്ള ബറക്കത്തും. ദീനിയായിട്ടുള്ള ബറക്കത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുധാവനം ചെയ്യുന്നതിലെല്ലാം ബറക്കത്തുണ്ട്. ഏതൊരു സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ഒരാൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല അവനിൽ ഒരു ബറക്കത്ത് ഉണ്ടാകും. എന്താണ് ബറക്കത്ത്? അവന് ഒരുപാട് ഹൈറുകൾ ചെയ്യാനുള്ള തൗഫീക്കുകൾ ഉണ്ടാകും. ആ ഹൈറുകൾ നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ അത് സുന്നത്തെടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന കാര്യമാണ്. ധാരാളം സുന്നത്തെടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ബറക്കത്തുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യം അള്ളാഹു ഉയർത്തുമെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുന്നത്തിനെ ചാണോട് ചാണായിട്ട് അനുധാവനം ചെയ്ത പണ്ഡിതന്മാർ മറ്റു പണ്ഡിതന്മാരെക്കാളും കൂടുതൽ അറിയപ്പെടുകയും കൂടുതൽ അള്ളാഹു തആല ഉയർത്തുകയൊക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സുന്നത്തുകളെ പിൻപറ്റുന്നവരെ അള്ളാഹു തആല അത്രയും പദവികൾ ദുനിയാവിലും ആഖിറത്തിലും നൽകും. വലിയ ബറക്കത്ത് സുന്നത്ത് അനുധാവനം ചെയ്യുന്നതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, അത് സുന്നത്തല്ലേ വാജിബല്ലേ നോക്കിയിട്ടില്ല. വാജിബാണോ സുന്നത്താണോ പരിശോധിച്ചത്. സുന്നത്താണോ ഒന്ന് ചെയ്യാന്നാണ്. സുന്നത്താണെങ്കിൽ ചെയ്യാൻ, അതിനുവേണ്ടി അത് നിർബന്ധമാകണോ അല്ലേ എന്നുള്ളതല്ല. അതുപോലെ തന്നെ അതിൽ യഹൂദ നസ്രാണികളോട് എതിരാകലുണ്ട്. കാരണം വേറെ ചില ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് യഹൂദ നസ്രാണികൾ അത്താഴം കഴിക്കാറില്ലായിരുന്നു, അതുകൊണ്ട് അതിനെ എതിരാകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ദീനിയായ ബറക്കത്ത് അതിനുണ്ട്. ദുന്യവിയായ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം കഴിച്ചാലുള്ള ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ശാരീരികമായി നല്ല പോഷകം കിട്ടും, ശരീരത്തിന് നല്ല പോഷകം കിട്ടും, ഇബാദത്ത് ചെയ്യാനുള്ള ശക്തി കിട്ടും. അല്ല, എത്രയോ ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് പോഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെയില്ല, ആ ന്യൂട്രിയന്റ് ഇല്ല, ഈ ന്യൂട്രിയന്റ് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന കാര്യത്തിന് ബറക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ കഴിച്ചാൽ അതിനുള്ള ഖൈറും ബറക്കത്തും അവനുണ്ടാകും എന്ന കാര്യം മനസ്സിലാക്കുക. ഈ ഹദീസുള്ള ഫവായിദുകൾ: ഒന്ന്, അംറു സായിമി ബിസ്സുഹൂർ, അത്തായം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനോട് കൽപ്പിച്ചിരിക്കുന്നു. വഹുവ ലിൽ ഇസ്തിഹ്ബാബ്, ഇത് ജംഹൂറുൽ ഉലമാ ഭൂരിഭാഗം പണ്ഡിതന്മാർ മുസ്തഹബാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാത്ത ചിലർ അത് വാജിബാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു അബദ്ധങ്ങളൊക്കെ പറ്റിയത് മുമ്പ് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവർ വിചാരിച്ചു അത്താഴം കഴിക്കൽ നിർബന്ധമാണ്, അത്താഴം കഴിച്ചിട്ടില്ലെങ്കിൽ നോമ്പ് ശരിയാകൂല, നോമ്പിന്റെ നിബന്ധനയാണ് എന്ന് വരെ വിചാരിച്ചിട്ട് ചിലർ ബാങ്ക് കൊടുത്തിട്ടും അത്താഴം കഴിച്ചിരുന്നു എന്നാണ്. എത്ര വലിയ അബദ്ധമാണ് ചെയ്തതെന്ന് നോക്കിയേ. ബാങ്ക് കഴിച്ചിട്ടും അത്താഴം കഴിച്ചിരുന്നു. കാരണം നോമ്പ് നിർബന്ധം കിട്ടണമെങ്കിൽ അത്താഴം കഴിച്ചാലേ കിട്ടൂ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എപ്പോഴെങ്കിലും നമ്മൾ എഴുന്നേൽക്കുമ്പോഴേക്ക് ബാങ്ക് കൊടുത്തു പോയാൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യരുത്. ഒരു ഇറക്ക് വെള്ളം പോലും കുടിക്കാൻ നിൽക്കരുത്. കൃത്യസമയത്ത് ബാങ്ക് വിളിക്കുന്നിടത്താണെങ്കിൽ. ഞാൻ പ്രത്യേകം പറയുന്നു. കാരണം നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും 6-7 മിനിറ്റ് മുമ്പൊക്കെ ബാങ്ക് വിളിക്കുന്ന മസ്ജിദുകളുണ്ട്, അല്ലെ? സമസ്തയുടെ മസ്ജിദുകളിലൊക്കെ സൂക്ഷ്മത എന്നുള്ള പേരിൽ അവർ നേരത്തെ ബാങ്ക് വിളിക്കാറുണ്ട്. പക്ഷെ അത് ശരിയല്ലല്ലോ. കൃത്യമായ സമയത്ത് ബാങ്ക് വിളിച്ചാൽ മതി. അപ്പൊ അത് അല്ല, കൃത്യമായ സമയത്ത് ഒരാൾ ബാങ്ക് വിളിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും കുടിക്കാൻ പാടില്ല. അങ്ങനെ നോമ്പെടുക്കുക. കാരണം ഇത് മുസ്തഹബായ കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്. അത് ഉപേക്ഷിക്കുക വഴി നോമ്പ് സ്വീകരിക്കപ്പെടാതാവുന്ന ഒരു കാര്യവുമില്ല. രണ്ടാമത്തത് അന്ന ഫി സുഹൂരി ബറക, ദീനിയ ദുനിയവിയ. നമ്മൾ പറഞ്ഞു അത്തായത്തിൽ ബറക്കത്തുണ്ട് ദുനിയാവിലും ആഖിറത്തിലും. അന്ന സുഹൂറ ലാ യഖ്തസു ബിനൗഇൻ മിന അത്അം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക ഒരു ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ഏത് ഭക്ഷണവും നമുക്ക് അത്താഴത്തിൽ കഴിക്കാവുന്നതാണ്. ഈത്തപ്പഴം നല്ലതാണ് എന്ന് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ഈത്തപ്പഴം നല്ല കാര്യമാണ്, അത്താഴത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് നല്ലതാണ്. ഇതിനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോ ഒരിറക്ക് വെള്ളമെങ്കിലും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരിറക്ക് വെള്ളമെങ്കിലും നിങ്ങൾ അത്താഴത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് വന്നിട്ടുണ്ട്. 4, കമാലു ശരീഅത്തിൽ ഇസ്ലാമിയ്യ ഫി മുറാഅത്തിൽ അദൽ. ദീനുൽ ഇസ്ലാമിൽ നീതിയോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ, ദീനിന്റെ നിയമങ്ങൾ, അല്ലെ? ഒരു അടിമക്ക് പ്രയാസമാകുന്ന കാര്യങ്ങളൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണമെങ്കിൽ തലേന്ന് മുതൽ ഒന്നും കഴിക്കാൻ പാടില്ല നിശ്ചയിച്ചൂടെ? അല്ല, അല്ലാഹു തആല കൃത്യമായി ആ നോമ്പെടുക്കുന്ന വ്യക്തിക്ക് ശാരീരികമായ ക്ഷമത കിട്ടാൻ, ഊർജം കിട്ടാൻ, ഇബാദത്ത് ചെയ്യാനുള്ള ശക്തി കിട്ടാൻ ഇതൊക്കെ നിശ്ചയിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അത്താഴം കഴിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ വലാ യുരീദു ബികുമുൽ ഉസ്ർ. അല്ലാഹു തആല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, പ്രയാസം ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ ദീനിന്റെ ഏതേത് നിയമങ്ങൾ എടുത്തു നോക്കൂ, ഏതെങ്കിലും ഒരു നിയമം പ്രയാസമുള്ളതായിട്ടുള്ള ഒരു നിയമം കാണൂല. മനുഷ്യന് ഭയങ്കര ബുദ്ധിമുട്ട്, ചെയ്യാൻ പറ്റാത്തതായ ബുദ്ധിമുട്ട്, ഒരു മനുഷ്യകുലത്തിന് സഹിക്കാൻ പറ്റാത്തതായ പ്രയാസം ഉണ്ടാക്കുന്ന, ശരീരത്തിന് ദ്രോഹം ഉണ്ടാക്കുന്ന, ശരീരം പൊള്ളിച്ചുകൊണ്ട്, ശരീരത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ട്, അങ്ങനെ ഒന്നും ദീനിലില്ല. വളരെ എളുപ്പമുള്ള, ഏറ്റവും പ്രാധാന്യമുള്ള ഇബാദത്ത് നിസ്കാരമാണ്. എത്ര എളുപ്പമാണ് അതിന്റെ കർമ്മങ്ങൾ. നോമ്പാകട്ടെ, സക്കാത്ത് ആകട്ടെ, ഹജ്ജ് ആകട്ടെ, എല്ലാം എളുപ്പമുള്ള കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രയാസമുള്ള ഒരു ഇബാദത്തും ദീനിൽ നിശ്ചയിച്ചിട്ടില്ല. അവസാനത്തെ ഒരു ഫായിദ, ഹുസ്നു തഅലീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ പഠിപ്പിക്കുന്ന രീതി. എന്താണ് ആ മനോഹരമായ രീതി എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു? ഹൈസു യഖ്രിനുൽ ഹുക്മ ബിൽ ഹിക്മ. ഒരു വിധി പറയുമ്പോൾ
അതിനൊരു ഹിക്മത്ത് കൂടി അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് ബറക്കത്തുണ്ട്. തസഹറു എന്ന് അവിടുന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അത് അനുസരിക്കേണ്ടവരാണ്. അത്താഴം കഴിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അനുസരിക്കണം. എന്തിനാണ് അത്താഴം കഴിക്കുന്നത്, അതിനോട് ഫായിദ എന്താണ് എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഒരു വിധി പറയുന്ന സമയത്ത് അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു നേട്ടം കൂടി നമുക്ക് അറിയിച്ചു തന്നാലോ അത് നമ്മുടെ ഹൃദയത്തിനൊരു ഉൾക്കൊള്ളാനൊക്കെ ഒരു വിശാലത ഉണ്ടാകും. അത് അനുവദനീയമായ കാര്യമാണ് അങ്ങനെയുള്ള ഹിക്മത്ത് അറിയുക എന്നുള്ളത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതൊക്കെ പണ്ഡിതന്മാർ കൂടുതൽ യഖീൻ കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാം, അതിൽ തെറ്റില്ല. കൂടുതൽ യഖീൻ കിട്ടാനുള്ള കാര്യങ്ങൾ തേടുന്നത് കൊണ്ട് തെറ്റില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഹിക്മത്തുകൾ കൂടെ ഉൾപ്പെടുത്തിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. നാലാമത്തെ ഹദീസ് അനസ് ബിൻ മാലിക് അൻ സെയ്ദ് ബിൻ സാബിത്ത്. അനസ് ബിൻ മാലിക് ഇവിടെ സെയ്ദ് ബിൻ സാബിത്ത് എന്ന് പറയുന്ന വളരെ മഹാനായ മറ്റൊരു സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. രണ്ടുപേരും സഹാബിയാണ്. ഒരു സഹാബി മറ്റൊരു സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അപ്പൊ മനസ്സിലാക്കുക, എല്ലാ ഹദീസുകളും സഹാബി നേരെ താബിഈ നേരെ സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുക അങ്ങനല്ല. ചിലപ്പോൾ ഒരു ഹദീസ് വേറൊരു സഹാബി കഴിയും എന്നിട്ടാണ് ഒരു താബിഈ ഉദ്ധരിക്കുക. ഇവിടെ സെയ്ദ് ബിൻ സാബിത്തിൽ നിന്നും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. എന്താണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഖാല സെയ്ദ് ബിൻ സാബിത്ത് പറഞ്ഞതായിട്ട് ഖാല തസഹർന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അത്താഴവുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അത്താഴം കഴിച്ചു. സുമ്മ ഖാമ ഇല സ്വലാ, പിന്നീട് ഞങ്ങൾ നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുന്നേറ്റു. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖുൽതു ലി സെയ്ദിൻ. അത് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നുള്ളത് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന താബിഈയാണ് അത് പറയുന്നത്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന താബിഈയാണത് പറയുന്നത്. എന്താ, അതായത് ഖത്താദ റളിയല്ലാഹു അൻഹു ആണ്, അത് ഖത്താദ റഹിമഹുള്ളാഹു പറയുന്നത്. എന്താണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ഖുൽതു ലി സെയ്ദ്, ഞാൻ സെയ്ദിനോട് ചോദിച്ചു, അതായത് സെയ്ദ് ബിൻ സാബിത്തിനോട് ചോദിച്ചു, കം ബൈനൽ ആദാനി വസ്സുഹൂർ, ബാങ്കിനും അത്താഴത്തിനും ഇടയിൽ എത്ര ഉണ്ടായിരുന്നു? ഖാല ഖദ്റു 50 ആയ, 50 ആയത്തുകൾ പാരായണം ചെയ്യേണ്ടതിന്റെ സമയം എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു സുഹൂർ അത്താഴത്തിന്റെ സമയം എന്ന് പറയുന്നത് ഭാഷാ നിയമപ്രകാരം അറബികൾ അത്താഴം എന്ന് പൊതുവെ പറയാറുള്ളത് രാത്രിയുടെ 2ാം പകുതിയിൽ കഴിക്കുന്ന ഭക്ഷണത്തിനാണ് പൊതുവെ അത്താഴം എന്ന് പറയാറുള്ളത്. അതൊക്കെ അത്താഴത്തിൽ ഉൾപ്പെടും. അതുകൊണ്ട് 2ാം പകുതിക്ക് ശേഷം ആര് ഭക്ഷണം കഴിച്ചാലും അതിന് അത്താഴം എന്ന് പറയാവുന്നതാണ്. പക്ഷേ അതിൽ തന്നെ മുസ്തഹബായ സമയമുണ്ട്, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും പ്രതിഫലം ലഭിക്കുക എന്നുള്ളത് ബാങ്കിനോട് ഏറ്റവും അടുത്ത് ഉള്ള സമയത്ത് കഴിക്കുക എന്നുള്ളതാണ്. ഏറ്റവും അടുത്തുള്ള സമയത്ത് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ള കാര്യം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അക്കൽന അസ്സഹൂർ, ഞങ്ങൾ അത്താഴം കഴിച്ചു. കണ്ടില്ലേ, സഹൂർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ അത്താഴം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിച്ചിട്ട് അത് ബാങ്ക് കൊടുക്കുന്നത് വരെ, ബാങ്ക് കൊടുക്കുന്നതിന്റെയും അത്താഴം കഴിക്കുന്നതിന്റെയും ഇടയിൽ 50 ആയത്ത് പാരായണം ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സെയ്ദ് ബിൻ സാബിത്ത് പറഞ്ഞു 50 ആയത്ത് പാരായണം ചെയ്യാനുള്ള സമയം. ഇവിടെ ആസാൻ എന്നുള്ളത് അത് ഫജറിന്റെ ബാങ്കാണോ അതല്ല ഇഖാമത്താണോ എന്നുള്ളത് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ബാങ്കാണ്. ഫജറിന്റെ ബാങ്കിന്റെ ഒരു 50 ആയത്ത് ഓതുന്നതിന് മുമ്പ് നിർത്തണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. 50 ആയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ പറയുന്നു ആയത്തുദ്ദൈന് പോലെ വലിയൊരു പേജുള്ള ഒരു ആയത്തല്ല അവിടെ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ വല്ല അസറൊക്കെ പോലെയുള്ള ഒരു ചെറിയൊരു ആയത്തും അല്ല, അതിന് ഇടയിലുള്ള ഒരു ആയത്താണ് പൊതുവെ അങ്ങനെ പറയുമ്പോൾ ഉദ്ദേശിക്കുക. ഇടയിലുള്ള ഒരു മധ്യമ ആയത്ത്, അങ്ങനെയുള്ള ആയത്തുകൾ. അങ്ങനെയുള്ള ഒരാള് വളരെ സ്പീഡിൽ ഓതുന്നതുമല്ല, പതുക്കെ ഓതുന്നതുമല്ല, ഇടയിലുള്ളൊരു പാരായണ സ്പീഡ്. അങ്ങനെ ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം എത്രയാണോ അത്ര, കാമണിക്കൂറാണെങ്കിൽ അങ്ങനെ. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയെന്നാണ്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് പറയുന്നത് ബൈനൽ ആദാൻ എന്നുള്ളത് ബൈനൽ ഇഖാമ, കാരണം ഇഖാമത്തിനും ആദാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. മാ ബൈനൽ ആദാനൈൻ, 2 ബാങ്കിനിടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ദുആ തള്ളപ്പെടാത്തത്. അപ്പൊ ഇഖാമത്തിന് ആദാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അത് ഇഖാമത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ചില ഹദീസിൽ കം കാന ബൈന ഫിറാഗിഹാ മിൻ സുഹൂരിഹിമാ വദുഖൂലിഹിമാ ഫിസ് സലാത്ത് എന്ന് പ്രത്യേകം അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെടുന്നുണ്ട്. അതായത് അത്താഴത്തിന്റെയും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെയും ഇടയിൽ എത്ര സമയം, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറയുന്നത്, അപ്പൊ ഇഖാമത്ത് കൊടുക്കുമ്പോഴാണ് നിസ്കാരത്തിൽ പ്രവേശിക്കുക. അവിടെ പറയുന്നുണ്ട് ഖദ്റമായ യഖ്റഉ റജുലു 50 ആയ, ഒരു മനുഷ്യൻ 50 ആയത്ത് പാരായണം ചെയ്യുന്നത്. ഫത്ഹുൽ ബാരിയിൽ അത് കൊടുത്തിട്ടുണ്ട്, 50 ആയത്ത് പാരായണം ചെയ്യുന്നത്. അപ്പോൾ ഇഖാമത്ത് കൊടുക്കുന്നത്, അപ്പൊ ബാങ്കിന്റെ അതായത് ഇഖാമത്ത് കൊടുക്കുന്നതിന്റെയും അത്താഴം കഴിക്കുന്നതിന്റെയും ഇടയിലാണ് പറയുന്നത്. അതായത് നമ്മൾ ഫജറിന്റെ സമയത്തിന്റെ അടുപ്പിച്ചു വരെ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നാണ് ഈ ഹദീസിൽ
പറഞ്ഞിട്ടുള്ളത്. അല്ല, അത്താഴം അത്രയും വൈകിപ്പിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. എന്നാൽ ബാങ്ക് വിളിച്ചതിന് ശേഷം നമ്മൾ അത്താഴം ആരംഭിക്കാൻ പാടില്ല. ഒരാളുടെ കയ്യിൽ കഴിച്ചതിന്റെ ബാക്കിയുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാം എന്ന് ചില ഹദീസിൽ വന്നിട്ടുണ്ട്. അതല്ലാതെ ആരംഭിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അത്താഴം വൈകിപ്പിക്കുക എന്നുള്ളതാണ് കൂടുതൽ മുസ്തഹബായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ തന്നെ അത്താഴം കഴിച്ച് കിടന്നുറങ്ങുക എന്നുള്ളതല്ല, മറിച്ച് ബാങ്കിനോടടുപ്പിച്ച ആ ഒരു സമയത്ത് തന്നെ അത്താഴം തീരുന്ന രൂപത്തിൽ കഴിച്ചാൽ മതിയാകും. അതാണ് സുന്നത്തിനോട് കൂടുതൽ യോജിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. കിതാബ് സിയാമിലെ 5-ാമത്തെ ഹദീസ് അൻ ആയിഷത വ ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുദ്രികുഹുൽ ഫജ്റു വഹുവ ജുനുബുൻ മിൻ അഹ്ലിഹി ثم يغتسل ويصوم. ഈ ഹദീസ് രണ്ട് ആളുകളാണ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഉമ്മമാരായ ആയിഷ റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിനടുത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായി റിവായത്ത് ചെയ്യുക അവിടുത്തെ ഭാര്യമാരാണ്. എന്താണ് ഈ ഹദീസിലുള്ളത്? കാന യുദ്രികുഹുൽ ഫജ്റു വഹുവ ജുനുബുൻ മിൻ അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ നോമ്പെടുക്കുന്ന സമയത്ത് അവിടുന്ന് ഫജ്ർ എത്തുന്ന സമയത്ത് ജനാബത്തുകാരനായിട്ടാണ്, ഭാര്യയുമായി ബന്ധപ്പെട്ട് ജനാബത്തുകാരനായിട്ടാണ് ഫജ്റിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നത്. പിന്നീടാണ് കുളിച്ചിട്ട് അദ്ദേഹം ശുദ്ധിയാകാറുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഹദീസിലേക്ക് വരുന്നതിന് മുമ്പ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് റാവിമാരെ കുറിച്ച് ചെറിയ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിന് ശേഷം മക്കയിൽ വെച്ച് സൗദ റളിയല്ലാഹു അൻഹയുടെ മുമ്പായിട്ട് രണ്ടാമത് വിവാഹം ചെയ്ത ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുമ്പോൾ അവർക്ക് കേവലം 6 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവരുമായി വീട് കൂടുന്നത് 9 വയസ്സായപ്പോഴാണ് എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇത് പറയുന്ന സമയത്ത് ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹ പ്രായം ചർച്ചയാക്കാറുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള നിഷേധികളോടും യുക്തിവാദികളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഇതിലുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കാത്ത, അവനുണ്ട് എന്ന് വിശ്വസിക്കാത്ത, ഈ ദീനിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടായിട്ട് എന്ത് കാര്യമാണുള്ളത്? നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് ലഭിക്കാനുള്ള നരകശിക്ഷയിൽ നിന്നും ഒരിറ്റു കുറയുകയില്ല ഈ വിഷയത്തിലുള്ള വിശ്വാസം നിങ്ങൾ ശരിയാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുൽ വിശ്വസിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നീ വിശ്വസിക്കുക, എങ്കിൽ നിനക്കത് ഉപകാരപ്പെടും. അള്ളാഹുൽ വിശ്വസിച്ച ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഒരു കാര്യം ഇങ്ങനെ നിയമമാക്കിയാൽ അത് അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ നിർബന്ധ ബാധ്യത. എന്തേ അങ്ങനെ, എന്തേ ഇത്ര വയസ്സിൽ? ഇല്ല, അത് എത്ര വയസ്സിലായാലും യാതൊരു സംശയവും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിലില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നിയമമാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു കാണിച്ചാൽ അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിന്റെ രീതി. അവനാണ് വിശ്വാസി. അതിൽ അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇസ്ലാമിന്റെ പുറത്തേക്ക് പോയിക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇസ്ലാമിന്റെ പുറത്തേക്ക് പോയിക്കൊള്ളുക. അതിലും ഖേദം എന്ന് പറഞ്ഞാൽ ഇതിനെ വിശദീകരിക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ ദാഇമാരായിട്ട് ദഅവത്ത് നടത്തുന്ന ആളുകളായിട്ട് അറിയപ്പെടുന്നവർ കഷ്ടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. വലിയ ബുദ്ധിമുട്ടിയിട്ട് ഈ പറയുന്ന വൃത്തികെട്ട യുക്തിവാദിയൊക്കെ ബഹുമാനിച്ചിട്ട് സഹോദരന്റെ ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിശ്ചയിച്ചത് അത് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണിത്, അള്ളാഹുവിന്റെ ഭൂമിയാണിത്, ആകാശഭൂമികളെ പടച്ച റബ്ബിന്റെ ദീൻ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടമുള്ളതുപോലെ അതിൽ നിയമങ്ങൾ ഉണ്ടാക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടമുള്ളതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിയമങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഇവിടെ കാര്യങ്ങൾ നടക്കും. ആരാണ് ഈ യുക്തിവാദി ചോദിക്കാനായിട്ട്? എന്ത് അർഹതയാണ് അവനുള്ളത്? അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, ദീനിൽ വിശ്വസിക്കാത്ത ഈ വ്യക്തിക്ക് എന്ത് അർഹതയാണ് അതിനുള്ളത്? യാതൊരു അർഹതയുമില്ല. എന്റെ സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ 9-ാമത്തെ വയസ്സിൽ വീട് കൂടുന്ന സമയത്ത് അത് മക്കയിലോ മദീനത്തോ ലോകത്തെവിടെയെങ്കിലും അതൊരു ചർച്ചാ വിഷയമായിരുന്നില്ല. കാരണം ആ കാലഘട്ടത്തിൽ അതൊരു വിഷയമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഓരോ ഇല്ലാത്ത കളവുകൾ പ്രചരിപ്പിക്കുന്ന, അവിടത്തേക്ക് സാഹിറാണ്, മാരണക്കാരനാണ്, കവിയാണ്, ഭ്രാന്തനാണ്, വ്യത്യസ്ത രൂപങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലാത്ത ആക്ഷേപങ്ങൾ വരെ പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകളും യഹൂദികളൊന്നും
ഇതൊരു പ്രശ്നമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അവിടെ സാധാരണമാണ്. കാരണം ഓരോ നാട്ടിലും ഓരോ സമയത്തും ഓരോ പ്രായങ്ങളും അതിന്റെ ഘടനകളുമൊക്കെ വ്യത്യസ്തമായിരിക്കും. ഇനി പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ 10ഉം 12ഒക്കെ വയസ്സിൽ ഇവിടെ വലിയ വലിയ ആളുകളൊക്കെ അങ്ങനെയുള്ള വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെയുള്ള വയസ്സുകളിൽ വിവാഹം ചെയ്ത സ്ത്രീകൾ ഇന്നുമുണ്ട്. അതൊക്കെ ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും ഒക്കെ ആ സമയം വയസ്സെന്നൊരു വിഷയമേ അല്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിലുണ്ടായ ശത്രുക്കൾക്ക് പോലും അതൊരു പ്രശ്നമായിട്ടില്ലെങ്കിൽ പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ അഭിമാനത്തിന് എന്തെങ്കിലുമൊക്കെ വ്രണമേൽപ്പിച്ചു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, പ്രയാസമുണ്ടാക്കും. ഇവരെ ആക്രമിക്കാൻ ഏറ്റവും നല്ല വഴി, ഇവരെ പ്രകോപിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് മനസ്സിലാക്കിയ ഓറിയന്റലിസ്റ്റുകളും അതുപോലെ തന്നെ യുക്തിവാദികളും ഒക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് അവർ പറയുന്നവരെ അതിന്റെ പാട്ടിന് വിട്ടേക്കുക. അവരത് വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും നമുക്ക് യാതൊരു കുഴപ്പവുമില്ല. നരകത്തിലേക്ക് കത്തിയെരിയുന്ന സമയത്ത് ഈ പരിഹസിച്ചതിനും ഈ കളിയാക്കിയതിനുമൊക്കെ അവർ നന്നായി അനുഭവിച്ചുകൊള്ളും. അതിന് യാതൊരു സംശയവുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആകാശത്തിന്റെ ചുവടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാരാണ്? മൻ അഹബ്ബുൻ നാസി ഇലൈക്, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു ഫദ്ലു ആയിഷത്തി അല നിസാ, ആയിഷ റളിയല്ലാഹു അൻഹക്ക് ബാക്കിയുള്ള സ്ത്രീകളെക്കാളുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, അവർക്കുള്ള ഫദ്ൽ എന്ന് പറഞ്ഞാൽ കഫദ്ലി സരീദി അല സാഇരി തആം. സരീദ് എന്ന് പറയുന്ന അറബികൾ വളരെ പ്രാധാന്യത്തോട് കഴിച്ചിരുന്ന ഒരു ഭക്ഷണമാണ്. അതിന് മറ്റു ഭക്ഷണത്തെക്കാളുള്ളതുപോലെ അത്രയും പ്രിയങ്കരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വല്ലാഹി മാ നസല അലയ്യൽ വഹി വഅന ഫീ ലിഹാഫി ഇംറഅത്തിൻ മിൻകുന്ന ഗൈരിഹാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലായിരിക്കുമ്പോൾ അല്ലാതെ എനിക്കൊരിക്കലും വഹി വന്നിട്ടില്ല. മറ്റു ഭാര്യമാരോടൊപ്പം ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ഇഷ്ടപ്പെട്ട് അല്ലാഹു നേരിട്ട് സാക്ഷ്യം നൽകിയിട്ടുള്ള ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടൊപ്പമുള്ള ഒരു സ്ത്രീയാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഈ ഉമ്മത്തിന് 2210 ഹദീസുകൾ അവർ കൈമാറിയിട്ടുണ്ട്. 2210 ഹദീസുകൾ കൈമാറിയിട്ടുണ്ട്. സഹാബികളിൽ തന്നെ വളരെ ശ്രേഷ്ഠനായ പണ്ഡിതനായ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ് മാ അഷ്കല അലൈന അംറുൻ ഫസഅൽനാ ആയിഷത അൻഹു ഇല്ലാ വജദ്നാ ഇൻദഹാ ഫീഹാ ഇൽമ. ഏതൊരു ബുദ്ധിമുട്ടുള്ള വിഷയവും ദീനിന്റെ വിഷയങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അറിവ് കിട്ടാതെയില്ല. അത്രയും വലിയ പണ്ഡിതയായിരുന്നു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അവരെ കുറിച്ച് പറയപ്പെടുന്നത് ഷറഇന്റെ 4/1 ഇൽമും അവരിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഒരു റമളാൻ മാസത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഹിജ്റ 58 മരണപ്പെടുന്നത്. മദീനയിൽ വെച്ച് തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതിലുള്ള രണ്ടാമത്തെ റാവി എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായ ഉമ്മു സലമയാണ്. അവരുടെ പേര് ഹിന്ദ് ബിന്തു അബി ഉമയ്യ എന്നാണ്. ഹിന്ദ് ബിന്തു അബി ഉമയ്യ റളിയല്ലാഹു അൻഹ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാത്ത എല്ലാ സ്ത്രീകളും അവർ ഒന്നുകിൽ ഭർത്താവ് മരണപ്പെട്ടതോ അല്ലെങ്കിൽ ആ രൂപത്തിൽ മുത്തല്ലഖത്തായതോ ആയ സ്ത്രീകളാണ് എന്ന് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ് കന്യകയായി ഉണ്ടായിരുന്നത്. ഇവിടെ ഉമ്മു സലമ ഭർത്താവായ അബൂ സലമ അവരോടൊപ്പം ഹബശയിലേക്ക് എത്യോപ്യയിലേക്ക് ആദ്യത്തെ ഹിജ്റ സംഘത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് അവർ രണ്ടുപേരും മക്കയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് മദീനയിലേക്ക് അവർ രണ്ടുപേരും ഹിജ്റ ചെയ്തിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിന് ശേഷമാണ് അവരുടെ ഭർത്താവായ അബൂ സലമ, വളരെ നല്ല ഒരു സഹാബിയായിരുന്നു അബൂ സലമ, മരണപ്പെടുന്നത്. ആ മരണപ്പെടുന്നതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ കല്യാണം കഴിക്കുന്നത് കാണാൻ സാധിക്കും. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയത്ത് അബൂ സലമയെ ആലോചിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് ഉമ്മു സലമക്ക് ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മാ മിൻ അബ്ദിൻ തുസീബുഹു മുസീബ ഫയഖൂൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ ഇല്ലാ ആജറഹു അല്ലാഹു ഫീ മുസീബതിഹി വ അഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്? ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, നമ്മൾ ഓരോരുത്തർക്കുള്ള ഉപദേശമാണ്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു മുസീബത്ത് ബാധിച്ചു, വലിയ ആപത്ത് ബാധിച്ചു, ഉടനെ അവൻ പറയുകയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം അല്ലാഹുവിൽ നിന്ന് വന്നവരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി, അല്ലാഹുവേ എനിക്ക് ഈ ബാധിച്ച പ്രയാസങ്ങളിൽ നീ എനിക്ക് പ്രതിഫലം നൽകുകയാണെന്ന്, ഞാനിത് ക്ഷമിച്ചിരിക്കുകയാണല്ലോ
വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും നല്ലതെനിക്ക് പകരം നൽകണമേ എന്നവൻ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ആജറഹുല്ലാഹു ഫീ മുസീബതിഹി, ആ മുസീബത്തിൽ അള്ളാഹു അവനൊരു പ്രതിഫലം നൽകും. അള്ളാഹു മുസീബത്ത് ബാധിച്ചവൻ പ്രതിഫലം നൽകും. 1. 2 വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ, ആ പോയതിനേക്കാളും മെച്ചമായത് പകരം നല്ലത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്നുള്ളതാണ്. ഈ ഒരു യഖീനോടുകൂടി ദൃഢവിശ്വാസത്തോടുകൂടി നമ്മളിത് പറയണം. ഏതൊരു മുസീബത്ത് ഉണ്ടായാലും നമ്മൾ പറയണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനിത് പറയുന്ന സമയത്തും ഞാൻ ചിന്തിക്കുമായിരുന്നു, മൻ ഖൈറും മിൻ അബി സലമ, അബൂ സലമയെക്കാളും ആരാണ് ഖൈർ ഉണ്ടാവുക? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം ഹിജറ ചെയ്ത കുടുംബമാണത്. അത്രയും സ്വഭാവം കൊണ്ടും എന്തുകൊണ്ടും നല്ലൊരു സഹാബിയായിരുന്നു അബൂ സലമ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കാളും ഖൈറായ ആരാണ് എനിക്ക് ഭർത്താവായി കിട്ടാനുള്ളത് എന്നവർ ചിന്തിച്ചിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാനം ലംഘിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിന്നീട് ഇവരെ വിവാഹം ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ അവസാനം മരണപ്പെട്ടത്, വഫാത്തായത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. ഈ 2 പേരാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഹദീസിന്റെ വിഷയം ഹുക്മു സൗമി മൻ അസ്ബഹ ജുനുബ, ഒരാൾ ജനാബത്തുകാരനായി ഫജ്റിന് ശേഷം എഴുന്നേറ്റാൽ അല്ലെങ്കിൽ ജനാബത്തുകാരനായി ഫജ്റിലേക്ക് പ്രവേശിച്ചാൽ അവന്റെ നോമ്പിന്റെ വിധി എന്താണ് എന്നുള്ളതാണ് കാര്യം. അവന്റെ നോമ്പ് സ്വഹീഹാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. കാന യുദ്രികുൽ ഫജ്റു വഹുവ ജുനുബുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ചെയ്തിരുന്നു എന്നാണ് കാന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് ജനാബത്തുകാരനായി ഫജ്റിലേക്ക് പ്രവേശിച്ചിരുന്നു. മിൻ അഹ്ലിഹി എന്ന് തന്നെ പറഞ്ഞതിൽ പണ്ഡിതന്മാർ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നസ്കരൻ ഇഹ്തിലാം ഉണ്ടാകാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മിൻ അഹ്ലിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം അദ്ദേഹം ഭാര്യയുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിരുന്ന ജനാബത്താണ്. അതുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ ഉണ്ടായ ജനാബത്ത് ഫജ്ർ വരെ വൈകിപ്പിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല അല്ലെ? അവിടെ ആളുകൾക്ക് ശക്കുണ്ടാവും അങ്ങനെ ഒരു കാര്യത്തിന്. ജനാബത്ത് ആദ്യമേ ഉണ്ടായിട്ടുള്ളതാണ്, പിന്നീട് ഫജ്റിലേക്ക് പ്രവേശിക്കാൻ അതിന്റെ അസറാണ് ഫജ്റിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. എന്നാൽ നോമ്പുകാരൻ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ഏറ്റവും വലിയ ദീനിലെ ശക്തമായ കഫാറത്തുള്ള 2 മാസം തുടർച്ചയായിട്ടുള്ള നോമ്പ് എടുക്കേണ്ടി വരിക എന്നുള്ള കാര്യമൊക്കെ അതിനുണ്ട്. പക്ഷെ അതിന് മുമ്പേ സംഭവിച്ചിട്ട് ജനാബത്തുകാരനായി, അതൊരാൾ സ്വപ്നസ്കലനമായിട്ടാലും എങ്ങനെയായാലും ഫജ്റിന് ശേഷം അയാൾക്കുണ്ടായാൽ അയാൾക്ക് നോമ്പിന്റെ നിബന്ധനയിൽപ്പെട്ടതല്ല, അയാൾ ശുദ്ധിയായി നോമ്പിൽ പ്രവേശിക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. ഫജ്ർ നിസ്കരിക്കുന്നതിന് മുമ്പ് അയാൾ കുളിച്ചാൽ മതിയാകുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ എന്തില്ല, അയാൾക്ക് ശുദ്ധി ആദ്യമേ വരുത്തേണ്ടതില്ല. അതുപോലെ തന്നെയാണ് ഹൈള് ഉണ്ടായ സ്ത്രീകൾ. ഹൈളുള്ള സ്ത്രീകൾക്ക് രാത്രിയിൽ അത് നിലച്ചിട്ടുണ്ട്, ഹൈള് പൂർണ്ണമായി നിന്നിട്ടുണ്ട്, അവർ അത് കുളിച്ചിട്ടില്ല, ഫജ്റിന് ശേഷമാണ് അവർ കുളിക്കുന്നത് എങ്കിലും അവർക്ക് ആ ദിവസത്തെ നോമ്പ് അവർ എടുക്കേണ്ടതാണ്. കുളിച്ചതിന് ശേഷം മാത്രമല്ല നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. കുളി അത് ഫജ്ർ ബാങ്കിന് ശേഷവും വൈകിപ്പിക്കാവുന്നതാണ് എന്നാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഒരുപാട് ഹദീസുകൾ ഈ അധ്യായത്തിലുണ്ട്, കിതാബ് സിയാമിലുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.